ബലാരി മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഒരുപാട് പേര് വീട്ടിന് വെള്ളം കയറിയ പ്രയാസത്തിലാ. അല്ലാഹുവേ ഇനിയൊരു ആപത്ത് ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അല്ലാഹുവേ ഇനിയൊരു വിഷമം ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഇനിയൊരു സങ്കടം ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അല്ലാഹു നമ്മൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് വയനാട് ജില്ലയില് ഉരുൾപൊട്ടിയ സ്ഥലത്ത് അല്ലാഹുവേ റഹ്മത്തിന്റെ മലക്കിന് ഇറക്കി കൊടുക്കണേ അല്ലാ. ആരെങ്കിലും ചെളിയിലൊക്കെ വെള്ളത്തിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പെട്ടെന്ന് അവരെ കിട്ടാനും അതുപോലെ തന്നെ ജീവനോട് കിട്ടാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. അവർക്ക് ദുആ ചെയ്യണം കേട്ടോ. എല്ലാരും അകമഴിഞ്ഞ് ഖാലിഖായ റബ്ബിനോട് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. യാസീൻ ഓതുകയാണ്. ഇന്നത്തെ യാസീൻ നമ്മൾ മൺമറഞ്ഞു പോയ എല്ലാവരും ഖബറും അല്ലാഹു വിശാലമായി കൊടുക്കട്ടെ. ഇന്നത്തെ യാസീൻ മദീനയിൽ വെച്ചിട്ടാണ്. മദീനയിൽ വെച്ചിട്ടാണ് യാസീൻ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യാസീന്റെ ബറക്കത്ത് കൊണ്ട് ഇന്ന് ഉരുൾപൊട്ടി മരിച്ചവരുടെ ഖബറിലേക്കും നമ്മൾ നിന്ന് മൺമറഞ്ഞു എല്ലാവരുടെ ഖബറിലേക്കും അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മള് വലിയൊരു ഭാഗ്യമുള്ളവരാണ്. നമ്മളെ കൂടെ പടച്ച റബ്ബുണ്ട് എല്ലാത്തിനും. അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മളെ മജ്‌ലിസ് ഞാൻ വിചാരിച്ചിട്ടുള്ള യാസീൻ അമ്മ തങ്ങളെ വരട്ടേന്ന്. അപ്പൊ നമ്മളെ മജ്‌ലിസ് കഴിയുന്നത് ഒരു മഴ പെയ്തില്ല. ഒന്ന് ആലോചിച്ചോക്കാണ്. നമ്മളെ മജ്‌ലിസ് ഒന്ന് ആലോചിച്ചു കാണില്ലേ, കഴിയുന്നത് വരെ ഒരു വിഷമം ഉണ്ടായില്ല. മജ്‌ലിസ് കഴിഞ്ഞോ, ആ മജ്‌ലിസിൽ വെച്ച് ഞാൻ പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് നല്ല മഴയായിരിക്കുന്നു. അത് കറാമത്തോട് പറഞ്ഞല്ല കേട്ടോ. അൽഹംദുലില്ലാ നമ്മളെ മജ്‌ലിസ് കഴിയുന്നത് ഒരു മഴ പെയ്തില്ല. അപ്പൊ അല്ലാഹു നമ്മളെ കൂടെ ഉണ്ട്. അത് മാത്രമല്ല, ഞാൻ വരുന്നതിന്റെ 2 ദിവസം മുമ്പ് ഒരു സഹോദരിക്ക് വൈലന്റായി, വലിയ മാനസിക രോഗം. 3 ദിവസം ഞങ്ങൾ ആശുപത്രി കൊണ്ട്. നമ്മളെ നാട്ടിലത്തെ പോലല്ല ഇവിടെ. ആശുപത്രി കൊണ്ടുപോയി ഇഞ്ചക്ഷൻ അടിച്ചാൽ 1 മണിക്കൂർ ഒരു കുഴപ്പമുണ്ടാവില്ല. അത് കഴിഞ്ഞാൽ ആ പെണ്ണുങ്ങൾക്ക് വൈലന്റ് ആവും. ആളുകൾ അടിക്കുക. വല്ലാത്ത വിഷമത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കി. രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ.
അങ്ങനെ അതെല്ലാ ഏർപ്പാടുകളും നമ്മൾ ചെയ്തു. അപ്പൊ ഇന്നലെ എല്ലാരും എന്നോട് പറഞ്ഞു, തങ്ങൾപ്പാപ്പ ഒന്ന് മന്ത്രിച്ചു കൊടുക്കും, ഒന്ന് മന്ത്രിച്ചു കൊടുക്കും. അപ്പൊ നമ്മള് ഈ പെണ്ണ് പോലീസുകാരടിച്ചു, നാട്ടിലുള്ള പുറത്തുള്ള വേറെ ആളുകൾ അടിച്ചു. അപ്പൊ എല്ലാവരും കണ്ടാലും അത് ഭയങ്കര ഒരു മാനസിക രോഗമാണ് എന്ന് ആര് കണ്ടാലും അറിയാം. അപ്പൊ ഞാനും കണ്ടപ്പോ അത് മാനസിക രോഗമായി. അപ്പൊ എല്ലാരും പറ തങ്ങളിപ്പോ ഒന്ന് രാവിലെ നിരന്ന് മന്ത്രിച്ചു കൊടുക്കുന്ന അള്ളാഹുവിനെ റസൂലിനെ വിളിച്ചു മന്ത്രിച്ചു. പിന്നെ ഇതുവരെ ആ പെണ്ണിനൊരു കുഴപ്പമില്ല. ഞങ്ങൾ സൈലന്റ്, കുഴപ്പമൊന്നുമില്ല. അതിന് ഇന്റെ മന്ത്രത്തിന്റെ പവറും അല്ല, അള്ളാഹോട് ദ്വാരനെ കരഞ്ഞ് പറഞ്ഞു പഠിച്ചോനെ ഒരു വിഷമം. ഇപ്പോ ഞാൻ അങ്ങനെ ചിന്തിക്കാണ്, 3 ദിവസം ആശുപത്രി കൊണ്ടുപോയി, നല്ല പൈസ ചെലവാണ്, നല്ല പൈസന്റെ ചെലവാണ്. അപ്പൊ ഇങ്ങനെ വിചാരിക്ക 2 ദിവസം മുന്നേ തന്നെ മന്ത്രിച്ച് വന്നല്ലേ. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഖലാ ഉണ്ടല്ലോ. അപ്പോ കുഴപ്പമൊന്നുമില്ല, നോർമലായി. ഇപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാം റാഹത്തായി. ഇനി ഒരു പക്ഷെ ഞാൻ തന്നെ അതിന്റെ പവറൊന്നുമില്ല, അതൊക്കെ വെറുതെ, അതൊക്കെ റബ്ബിന്റെ ഖലാ ആണ്.